നമസ്കാരം. എല്ലാവർക്കും ഈ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ശിവദാസൻ, രാമവർമ്മപുരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കേബിൾ ജോയിന്റർ ഇലക്ട്രിക്കൽ പവർ സിസ്റ്റം എന്ന കോഴ്സിലെ വൊക്കേഷണൽ അധ്യാപകനാണ്. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ചില പ്രൊഫഷണൽ സ്കിൽസുകളെ പറ്റിയാണ്. എന്താണ് പ്രൊഫഷണൽ സ്കിൽസ്? Professional skills are career competencies that often are not taught as part of the coursework required to earn your degree. It helps employees to perform better in their profession. അതായത് പ്രൊഫഷണൽ സ്കില്ലുകൾ കരിയർ കോമ്പറ്റൻസീസുകളാണ്. അത് നിങ്ങളുടെ കോഴ്സ് വർക്കിന്റെ ഭാഗമായി, നിങ്ങൾക്ക് ഡിഗ്രിയോ മറ്റോ നേടുന്നതിനുള്ള കോഴ്സ് വർക്കിന്റെ ഭാഗമായിട്ട് പൊതുവെ പഠിപ്പിക്കാത്തതാണ്. അത് എംപ്ലോയീസുകൾക്ക് അവരുടെ പ്രൊഫഷനിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുവാനായിട്ട് അത് ഈ പ്രൊഫഷണൽ സ്കിൽസുകൾ സഹായിക്കുന്നു. ഇനി നമുക്ക് എംപ്ലോയി അല്ലെങ്കിൽ എംപ്ലോയർക്ക് വേണ്ട ചില പ്രൊഫഷണൽ സ്കില്ലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ധാരാളം പ്രൊഫഷണൽ സ്കില്ലുകൾ ഉണ്ട്. നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിലത് മാത്രം നോക്കാം. ഏതെല്ലാമാണ് അവ? 1. റീഡിംഗ് ജോബ് ഷീറ്റ്. 2. പ്രിപ്പയറിംഗ് ഇൻഡെൻസ്. 3. പ്രിപ്പയറിംഗ് ഇൻവോയ്സസ്. 4. മെയിൻറ്റെയിൻ ലോഗ്സ്. 5. റെക്കോർഡ് കീപ്പിംഗ്. 6. പ്രിപ്പയറിംഗ് ആസ് ബിൽറ്റ് ഡോക്യുമെന്റേഷൻ. 7. ടാസ്ക് ലിസ്റ്റ് ഷെയറിംഗ് ആൻഡ് ഡെലിഗേഷൻ ഓഫ് ടാസ്ക്സ്. 8. പ്രിപ്പയറിംഗ് ടാസ്ക് റിപ്പോർട്ട് തുടങ്ങിയവയാണ് നമുക്ക് മനസ്സിലാക്കേണ്ട പ്രൊഫഷണൽ സ്കില്ലുകൾ. ഇവയെല്ലാം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി എന്താണ് ജോബ് ഷീറ്റ് എന്ന് നോക്കാം. A job sheet is a tool or a page used by workers to document key tasks performed on site and obtain the required client's signature upon. It contains customer information, description of faults and works carried out, additional work required, costing and materials used. Reading job sheets and understanding it is a professional skill needed for an employee or employer. അതായത് ജോബ് ഷീറ്റ് എന്നാൽ വർക്കേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ടൂൾ അല്ലെങ്കിൽ പേജ് ആണ്. എന്തിനു വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്? വർക്കേഴ്സിന് സൈറ്റിൽ ചെയ്യുന്ന ചില പ്രധാന ടാസ്കുകൾ രേഖപ്പെടുത്തി വയ്ക്കാനും ജോലി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ കക്ഷിയുടെ ഒപ്പ് വാങ്ങി വയ്ക്കാനുമാണ് അത് ഉപയോഗിക്കുന്നത്. കസ്റ്റമറുടെ വിവരങ്ങൾ, തകരാറിന്റെ വിവരണം, ചെയ്ത ജോലികൾ, കൂടുതലായി ചെയ്യേണ്ട ജോലികൾ, ചെലവ് കണക്കാക്കൽ, ഉപയോഗിച്ച മെറ്റീരിയൽസ് തുടങ്ങിയവ അതിൽ അടങ്ങിയിരിക്കുന്നു. ജോബ് ഷീറ്റുകൾ വായിച്ചു മനസ്സിലാക്കുന്നത് ഒരു എംപ്ലോയി അല്ലെങ്കിൽ എംപ്ലോയർക്ക് വേണ്ട ഒരു പ്രൊഫഷണൽ സ്കിൽ ആണ്. ഒരു ജോബ് ഷീറ്റിന്റെ മാതൃകയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നോക്കി മനസ്സിലാക്കുക. അതിൽ കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ്, അതായത് അഡ്രസ്, സിഗ്നേച്ചർ, പിന്നെ ചെയ്ത വർക്കുകൾ തുടങ്ങിയവ രേഖപ്പെടുത്തുവാൻ കളങ്ങൾ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് ഇൻഡന്റ് എന്താണെന്ന് മനസ്സിലാക്കാം. Indent is a document prepared by the storekeeper or any user of the material requesting the purchase department to place the order with the supplier for the particular material intended. Preparing indents is a professional skill needed for an employee or employer. അതായത് വിതരണക്കാരന് സപ്ലൈ ഓർഡർ വയ്ക്കുവാൻ ഒരു സ്റ്റോർ കീപ്പറോ അല്ലെങ്കിൽ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന ആളോ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോട് മെറ്റീരിയൽ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഇൻഡന്റ്. ഇൻഡന്റുകൾ തയ്യാറാക്കൽ എംപ്ലോയിക്കോ അല്ലെങ്കിൽ എംപ്ലോയർക്കോ ആവശ്യമുള്ള ഒരു പ്രൊഫഷണൽ സ്കിൽ ആണ്. ഇനി നമുക്ക് ഇൻവോയ്സ് എന്താണെന്ന് നോക്കാം. An invoice indicates what a buyer must pay the seller according to the seller's payment terms. Payment terms indicate the maximum amount of time that a buyer has to pay for the goods and or services purchased from the seller.
From a seller's point of view, an invoice for the sale of goods, services is called a sales invoice. From a buyer's point of view, an invoice for the cost of goods and or services rendered is called a purchase invoice. Preparing invoices is a professional skill. അതായത് ഒരു വിൽപ്പനക്കാരന്റെ പേയ്മെന്റ് ടേംസ് അനുസരിച്ച് വാങ്ങുന്ന ആൾ വിൽപ്പനക്കാരന് എന്ത് വില കൊടുക്കണം എന്ന് കാണിക്കുന്ന ഒരു രേഖയാണ് ഇൻവോയ്സ്. വിൽപ്പനക്കാരനിൽ നിന്ന് വാങ്ങിയ സേവനങ്ങളുടെയോ സാധനങ്ങളുടെയോ വില കൊടുത്തു തീർക്കുന്നതിനുള്ള പരമാവധി സമയത്തെയാണ് പേയ്മെന്റ് ടേംസ് സൂചിപ്പിക്കുന്നത്. ഒരു വിൽപ്പനക്കാരന്റെ വീക്ഷണത്തിൽ സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ വിൽപ്പനയ്ക്കുള്ള ഇൻവോയ്സിനെ സെയിൽസ് ഇൻവോയ്സ് എന്ന് വിളിക്കുന്നു. വാങ്ങുന്ന ആളുടെ വീക്ഷണത്തിൽ സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ വിലയ്ക്ക് വേണ്ടിയുള്ള ഇൻവോയ്സിനെ പർച്ചേസ് ഇൻവോയ്സ് എന്ന് വിളിക്കുന്നു. ഇൻവോയ്സുകൾ തയ്യാറാക്കൽ ഒരു പ്രൊഫഷണൽ സ്കിൽ ആണ്. നമ്മൾ പല സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ സ്കൂളിലേക്കും മറ്റൊക്കെ വാങ്ങുമ്പോഴൊക്കെ ഇൻവോയ്സുകളൊക്കെ തരാം. നമുക്കിനി ലോഗ് എന്താണ് എന്ന് മനസ്സിലാക്കാം. A log is an official record of events during a process, maintenance, operation, etc. അതായത് ഓപ്പറേഷൻ, മെയിൻ്റനൻസ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയ്ക്കുള്ള സംഭവങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു ഒഫീഷ്യൽ റെക്കോർഡ് ആണ് ലോഗ്. സബ് സ്റ്റേഷനിലും ജനറേറ്റിംഗ് സ്റ്റേഷനിലൊക്കെ ലോഗ് എഴുതാറുണ്ട്, ലോഗ് സൂക്ഷിക്കാറുണ്ട്. നമുക്ക് ഇനി കേബിൾ മെയിൻ്റനൻസ് ലോഗ് എന്താണെന്ന് മനസ്സിലാക്കാം. നിങ്ങൾ കേബിൾ ജോയിന്റർ, ഇലക്ട്രിക്കൽ പവർ സിസ്റ്റം എന്ന കോഴ്സ് പഠിക്കുന്ന കുട്ടികളാണല്ലോ. അപ്പോൾ കേബിൾ മെയിൻ്റനൻസ് ലോഗ് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാം. Cable maintenance log is a simple document that contains a list of all actions that have been performed in the cable maintenance. It helps to keep track of maintenance history. Maintaining logs is a professional skill. അതായത് ചെയ്തിട്ടുള്ള എല്ലാ മെയിൻ്റനൻസ് പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് കേബിൾ മെയിൻ്റനൻസ് ലോഗ്. അത് മെയിൻ്റനൻസ് ഹിസ്റ്ററി മനസ്സിലാക്കുവാൻ സഹായിക്കുന്നു. ലോഗുകൾ മെയിൻറ്റെയിൻ ചെയ്യൽ ഒരു പ്രൊഫഷണൽ സ്കിൽ ആണ്. അടുത്തതായി റെക്കോർഡ് കീപ്പിംഗ് എന്താണെന്ന് മനസ്സിലാക്കാം. റെക്കോർഡ് കീപ്പിംഗ് is the act or process of creating and maintaining records, or it is the process of recording transactions and events in an accounting system. It's a professional skill. അതായത് റെക്കോർഡുകൾ ഉണ്ടാക്കുകയും അവ സംരക്ഷിക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തിന് റെക്കോർഡ് കീപ്പിംഗ് എന്ന് പറയുന്നു. അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ കൊടുക്കൽ വാങ്ങലുകളും മറ്റും രേഖപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളെ റെക്കോർഡ് കീപ്പിംഗ് എന്ന് പറയുന്നു. അതൊരു പ്രൊഫഷണൽ സ്കില്ലാണ്. ഇനി നമുക്ക് ആസ് ബിൽറ്റ് ഡോക്യുമെന്റ് എന്താണെന്ന് മനസ്സിലാക്കാം. It is a document created based solely on information provided by a third party that reflects the installed, constructed or commissioned conditions of a device, machine, equipment, apparatus, structure, system or other outcome of an engineering project. Preparing as-built documentation is a professional skill. അതായത് ഒരു ഡിവൈസ്, എക്യുപ്മെന്റ്, അപ്പാരറ്റസ്, സ്ട്രക്ചർ, സിസ്റ്റം അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് പ്രൊജക്ടിന്റെ ബലമായുള്ള മറ്റെന്തിന്റെയെങ്കിലും സ്ഥാപിച്ചിരിക്കുന്നതോ നിർമ്മിച്ചിരിക്കുന്നതോ കമ്മീഷൻ ചെയ്തിരിക്കുന്നതോ ആയ അവസ്ഥയെപ്പറ്റി ഒരു തേർഡ് പാർട്ടി നൽകുന്ന വിവരങ്ങൾ വച്ചുകൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ആസ് ബിൽറ്റ് ഡോക്യുമെന്റ്. ആസ് ബിൽറ്റ് ഡോക്യുമെന്റ് തയ്യാറാക്കൽ ഒരു പ്രൊഫഷണൽ സ്കിൽ ആണ്. ഇനി ടാസ്ക് ലിസ്റ്റിനെ പറ്റി മനസ്സിലാക്കാം. എന്താണ് ടാസ്ക് ലിസ്റ്റ്? A task list contains the list of tasks of a project or all projects. It is the work list for the entire project team with all vital information regarding the tasks in that project. അതായത് ഒരു പ്രൊജക്ടിന്റെയോ എല്ലാ പ്രൊജക്ടുകളുടെയോ ടാസ്കുകളുടെ ലിസ്റ്റ് അടങ്ങിയിരിക്കുന്നതാണ് ടാസ്ക് ലിസ്റ്റ്. അത് മുഴുവൻ പ്രൊജക്ട് ടീമിനും
പ്രോജക്റ്റിൽ ചെയ്യേണ്ട ടാസ്കുകളെ പറ്റി പ്രധാനപ്പെട്ട എല്ലാ വിവരങ്ങളും നൽകുന്ന ഒരു വർക്ക് ലിസ്റ്റ് ആണ്. ചിത്രത്തിൽ കാണുന്നത് ഒരു അപ്പാർട്ട്മെന്റ് കൺസ്ട്രക്ഷൻ, അതിന്റെ ടാസ്ക് ലിസ്റ്റ് ആണ്. ഇലക്ട്രിസിറ്റി ആൻഡ് വയറിംഗ്, ഇൻസുലേഷൻ, ഫ്ലോർ ടൈലിംഗ്, കോൺക്രീറ്റ് വർക്ക് തുടങ്ങിയ പല ടാസ്കുകളെ പറ്റിയും അതിൽ പറഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഡെലിഗേഷൻ ഓഫ് ടാസ്ക് എന്താണെന്ന് മനസ്സിലാക്കാം. Delegation of task is important because you as a leader can't and shouldn't do everything yourself. Delegation empowers your team, builds trust and assists with professional development. It will help you to learn how to identify who is best suited to tackle tasks for project. അതായത് ഒരു ലീഡറായ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തനിയെ ചെയ്യുവാൻ കഴിയുകയില്ല. അങ്ങനെ ചെയ്യുകയും അരുത്. അതുകൊണ്ട് ടാസ്കുകൾ മറ്റുള്ളവരെ ചുമതലപ്പെടുത്തി കൊടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ടീമിനെ ചുമതലകൾ ഏൽപ്പിക്കുന്നത് അവരെ ശക്തിപ്പെടുത്തുകയും അവർക്ക് വിശ്വാസമുണ്ടാക്കുകയും അവരുടെ തൊഴിൽപരമായ ഉയർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്നു. പ്രോജക്റ്റിലെ ടാസ്കുകൾ ചെയ്യുവാൻ ആരാണ് ഏറ്റവും നല്ലതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ അതുകൊണ്ട് സാധിക്കും. അടുത്തതായി ഹൗ ടു ഡെലിഗേറ്റ് ടാസ്ക് ഇഫക്റ്റീവ്ലി എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് എങ്ങനെയാണ് ടാസ്കുകൾ ചുമതലപ്പെടുത്തി കൊടുക്കുന്നത്, വളരെ ഫലപ്രദമായിട്ട് ടാസ്കുകൾ എങ്ങനെയാണ് ചുമതലപ്പെടുത്തി കൊടുക്കുന്നത് എന്നതിനെ പറ്റി മനസ്സിലാക്കാം. ഒന്നാമതായി ചൂസ് ദ റൈറ്റ് പേഴ്സൺ ഫോർ ദ ജോബ്. ആ ജോബിന് പറ്റിയ പേഴ്സണെ തന്നെ അതിന് തിരഞ്ഞെടുക്കുക. എക്സ്പ്ലെയിൻ വൈ യു ആർ ഡെലിഗേറ്റിംഗ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ആളെ ചുമതലപ്പെടുത്തി കൊടുക്കുന്നതെന്ന് വിശദീകരിച്ചു കൊടുക്കുക. പ്രൊവൈഡ് ദ റൈറ്റ് ഇൻസ്ട്രക്ഷൻസ്. ശരിയായ നിർദ്ദേശങ്ങൾ കൊടുക്കുക. പ്രൊവൈഡ് റിസോഴ്സസ് ആൻഡ് ട്രെയിനിങ്. വേണ്ടത്ര റിസോഴ്സുകൾ, അതായത് വർക്ക് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനുവേണ്ട ഉപകരണങ്ങളോ മറ്റൊക്കെ അതൊക്കെ കൊടുക്കുക. ആൻഡ് ട്രെയിനിങ്ങും കൊടുക്കുക. ഡെലിഗേറ്റ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി. ഉത്തരവാദിത്വവും അതുപോലെ അധികാരവും ഏൽപ്പിച്ചു കൊടുക്കുക. ചെക്ക് ദ വർക്ക് ആൻഡ് പ്രൊവൈഡ് ഫീഡ്ബാക്ക്. വർക്കുകൾ ചെക്ക് ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് കൊടുക്കുക. അടുത്തായിട്ട് സേ താങ്ക് യു. വർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നന്ദി പറയുക. ഇങ്ങനെയുള്ള രീതിയിലാണ്, ഈ രീതികൾ അവലംബിച്ചാൽ ടാസ്കുകൾ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയും. ടാസ്ക് ലിസ്റ്റ് ഷെയറിംഗ് ആൻഡ് ഡെലിഗേഷൻ ഓഫ് ടാസ്ക് ടു ദ റൈറ്റ് എംപ്ലോയി ഓർ പേഴ്സൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ ടു പെർഫോം ബെറ്റർ. അതായത് ശരിയായ ജോലിക്കാർക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് ടാസ്ക് ലിസ്റ്റ് ഷെയർ ചെയ്യുന്നതും ടാസ്കുകൾ ചുമതലപ്പെടുത്തി കൊടുക്കുന്നതും ഒരു ഓർഗനൈസേഷന്റെ നല്ല പ്രവർത്തനത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തതായി നമുക്ക് ടാസ്ക് റിപ്പോർട്ട് എന്താണെന്ന് മനസ്സിലാക്കാം. ടാസ്ക് റിപ്പോർട്ട് ഈസ് എ pre-formatted document which contains required information about one or more multiple tasks. Task reporting makes sure that you know about current status of any project, recent progress your team has made, critical issues that can affect the whole process, corrective actions to be taken, etc. Task report information can be presented in available task report format, text boxes, tables, charts, etc. Preparing task reports is a professional skill. അതായത് ഒന്നോ അതിലധികമോ ടാസ്കുകളെ പറ്റി ആവശ്യമുള്ള വിവരങ്ങൾ അടങ്ങിയ പ്രീ-ഫോർമാറ്റഡ് ഡോക്യുമെന്റ് ആണ് ടാസ്ക് റിപ്പോർട്ട്. ഒരു പ്രൊജക്റ്റിന്റെ നിലവിലുള്ള സ്ഥിതി, നിങ്ങളുടെ ടീം അടുത്തിടെ ഉണ്ടാക്കിയ പുരോഗതി, മൊത്തം പ്രവർത്തനത്തെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ, അവ ശരിയാക്കുവാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെപ്പറ്റി ടാസ്ക് റിപ്പോർട്ടിംഗ് നിങ്ങൾക്ക് അറിവ് നൽകുന്നു. ടാസ്ക് റിപ്പോർട്ടിംഗ് വിവരം ലഭ്യമായ ടാസ്ക് റിപ്പോർട്ട് ഫോർമാറ്റുകളായ ടെക്സ്റ്റ് ബോക്സുകൾ, ടേബിളുകൾ, ചാർട്ടുകൾ തുടങ്ങിയ രീതിയിൽ അവതരിപ്പിക്കുവാൻ കഴിയും. ടാസ്ക് റിപ്പോർട്ട് തയ്യാറാക്കൽ ഒരു പ്രൊഫഷണൽ സ്കിൽ ആണ്.
ഇനി നമുക്ക് കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് അസൈൻമെന്റ്സ് പരിചയപ്പെടാം. ഒന്ന്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ പ്രൊഫഷണൽ സ്കിൽസ്. പ്രൊഫഷണൽ സ്കിൽസുകളെ പറ്റി ഷോർട്ട് നോട്ട് എഴുതുക. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ജോബ് ഷീറ്റ്, ഇൻഡന്റ്, ഇൻവോയ്സ്, ലോഗ്. ജോബ് ഷീറ്റ്, ഇൻഡന്റ്, ഇൻവോയ്സ്, ലോഗ് എന്നിവയെ പറ്റി ഷോർട്ട് നോട്ടുകൾ എഴുതുക. വാട്ട് ഈസ് മീൻ ബൈ റെക്കോർഡ് കീപ്പിംഗ്? റെക്കോർഡ് കീപ്പിംഗ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? വാട്ട് ഈസ് ഡെലിഗേഷൻ ഓഫ് ടാസ്ക്? ഹൗ ക്യാൻ വി ഡെലിഗേറ്റ് ടാസ്ക് ഇഫക്റ്റീവ്ലി? എന്താണ് ഡെലിഗേഷൻ ഓഫ് ടാസ്ക്? നമുക്ക് എങ്ങനെ ഇഫക്റ്റീവായിട്ട് ടാസ്ക് ഡെലിഗേറ്റ് ചെയ്യാം? മേക്ക് ടാസ്ക് ലിസ്റ്റ് ഫോർ എനി പ്രൊജക്റ്റ്. ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. കുട്ടികളെ, ഇതോടുകൂടി ഇന്നത്തെ പാഠഭാഗം അവസാനിച്ചിരിക്കുകയാണ്. ഈ പാഠഭാഗത്തെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്കൂളിൽ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരോട് ചോദിച്ച് മനസ്സിലാക്കുക. എല്ലാവർക്കും നന്ദി.